നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഇത് നമ്മളുടെ എല്ലാവരെയും അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ലോവറിംഗ് ഇൻകം ടാക്സ് ഫോർ ഇൻഡിവിജ്വൽസ്. ഓരോരുത്തരും അടയ്ക്കേണ്ട ടാക്സിന്റെ അതിൽ എന്തെങ്കിലും മാറ്റം വരുന്നു എന്നതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ആനുവലി സാലറി മേടിക്കുന്ന ഒരാളാണെങ്കിൽ 30% നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതിന് താഴെയാണ് നിങ്ങളുടെ സാലറി എങ്കിൽ നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യേണ്ടി വരില്ല. പുതുതായി വരുന്ന ഈ ഒരു ബഡ്ജറ്റ് അവതരണത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഈ ഒരു ടാക്സ് സ്ലാബിൽ വരാൻ പോകുന്നതെന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ നമ്മളുടെ ടാക്സിന്റെ ആ നികുതിയുടെ ആ ഒരു അളവ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ പർച്ചേസിംഗ് പവർ കൂടുകയും അത് മാർക്കറ്റിൽ ഒരു വലിയ ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യും. പർച്ചേസിംഗ് പവർ കൂടുക മാത്രമല്ല നമ്മൾ ആ പൈസ സേവിങ്സിനായി ഉപയോഗിക്കുകയും നമുക്ക് കൂടുതൽ ഫ്യൂച്ചറിൽ കൂടുതൽ ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളായി മാറാനും സാധിക്കും. കാരണം ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ 30%, 40% ഒക്കെ ടാക്സ് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും ഒത്തിരി കാശ് നഷ്ടമാവുകയും നമ്മുടെ സേവിങ്സിനും അതുപോലെ തന്നെ പർച്ചേസിംഗിനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ആ ഒരു കാശാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ടാക്സ് റെജീമിന്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ ആ പൈസ നമുക്ക് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് വലിയ രീതിയിൽ കാശ് വീണ്ടും വലിയ രീതിയിൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ് ഏറി വരുന്നത്. പുതുതായി വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ഏതാനും മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു ടാക്സ് സ്ലാബിന്റെ അളവാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ സാലറി മേടിക്കുന്നവർക്ക് 5% ടാക്സ് പേ ചെയ്യേണ്ടി വരും. 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ സാലറി മേടിക്കുന്നവർക്ക് 10% ടാക്സ് പേ ചെയ്യേണ്ടി വരും. 15 ലക്ഷത്തിന് മുകളിൽ സാലറി മേടിക്കുന്നവർക്ക് 20% ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതായത് മുന്നേ 15 ലക്ഷത്തിന് മുകളിൽ മേടിക്കുന്നവർ 30% ടാക്സ് പേ ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ 5 ലക്ഷത്തിന് മുകളിൽ, അതായത് 5 ലക്ഷം മുതൽ 10 ലക്ഷം സാലറി മേടിക്കുന്നവർ മുതൽ തന്നെ കുറച്ച് സാലറി പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ആവുകയും ഒത്തിരി എമൗണ്ട് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് കൊടുക്കുന്നതിന് പകരം സ്പ്ലിറ്റ് ചെയ്ത് എല്ലാവരും കുറച്ച് പേ ചെയ്യും. കൂടുതൽ അവർക്ക്, അതായത് മൊത്തമായി പോകുന്നതിന് പകരം കുറച്ച് പോവുകയും ബാക്കി അവർക്ക് മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. ടാക്സിന്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ അവർ ആ പൈസ മറ്റ് ആവശ്യങ്ങൾക്കായി, അതായത് പർച്ചേസിംഗ്, ഇൻവെസ്റ്റ്മെന്റ് എന്നിവ പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും അത് നമ്മളുടെ എക്കണോമി ഗ്രോ ആവാൻ, അതായത് നമ്മുടെ എക്കണോമി ഒരു സ്ട്രെങ്തൺ എക്കണോമി ആവാനുള്ള ചാൻസസും കൂടുതലാണ്. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് സ്ട്രോങ്ങർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP. വിദ്യാഭ്യാസമാണ് നമ്മളുടെ ഈ ഇന്ത്യയിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും ബേസിക്സ്. എഡ്യൂക്കേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം? നമ്മളിപ്പോൾ ഇന്ത്യ എന്നല്ല കേരളത്തിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളം ഇനി ഒരു 10 വർഷത്തിന് ശേഷം ഓൾഡ് ഏജ് ഹോം മാത്രമുള്ള ഒരു സ്ഥലമായി മാറും. കാരണം ഒത്തിരി യങ്സ്റ്റേഴ്സ് ആണ് ഓരോ വർഷവും അബ്രോഡ് സ്റ്റഡിക്കായി ഇവിടെ നിന്നും പോകുന്നത്. എല്ലാവരും UK, കാനഡ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ പഠിക്കുകയും അതിനുശേഷം അവിടെ സെറ്റിൽഡ് ആകുകയും അതായത് ഇപ്പോൾ അവർ പോയി അവിടെ സെറ്റിൽഡായി അവരൊരു ഭാര്യയും ഭർത്താവുമായി പോവുകയാണെങ്കിൽ അവരുടെ കുഞ്ഞ് അവിടെയാണ് ജനിക്കുന്നതും അതുപോലെ തന്നെ അവിടെയാണ് ആ കുട്ടി വളരുന്നതും. ആ കുട്ടി ഒരിക്കലും തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവരുടെ ആ ഒരു മൊത്തമായി അവർ വേറൊരു രാജ്യത്ത് മൈഗ്രേറ്റ് ആവുകയാണ്. അപ്പോൾ ഇനിയും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് കുറച്ച് ഓൾഡർ ജനറേഷൻ ആളുകൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഈ യുവാക്കളെല്ലാം അല്ലെങ്കിൽ യുവതികളെല്ലാം വേറെ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത്? എന്തുകൊണ്ട് അത് തടയാൻ സർക്കാർ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നില്ല? പ്രധാനമായും ഇവിടെ നിന്ന് യങ്സ്റ്റേഴ്സ് എല്ലാം പുറത്തുപോയി പഠിക്കാനുള്ള പ്രധാന കാരണം അൺഎംപ്ലോയബിലിറ്റി ആണ്. ഇവിടെ നിന്ന് പഠിച്ചിട്ടും പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല എന്നൊരു ബോധ്യമാണ് അവരെല്ലാവരും പുറത്തുപോയി അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള ആ ഒരു പ്രവണത കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യത. അപ്പോൾ എങ്ങനെ നമ്മുടെ രാജ്യത്ത് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാം? എങ്ങനെ നമ്മളുടെ തലമുറയെ, നമ്മളുടെ യങ്ങർ ജനറേഷനെ നമ്മുടെ രാജ്യത്തിൽ തന്നെ നിലനിർത്താൻ സാധിക്കും? കാരണം യങ്ങർ ജനറേഷന്റെ ബ്രെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഇന്ത്യയിലെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇന്ത്യ വളരണമെങ്കിൽ നമ്മളുടെ യങ്ങർ ജനറേഷന്റെ ആ ഒരു ബ്രെയിനും അതുപോലെ തന്നെ അവരുടെ പവറും ഉപയോഗിച്ച് മാത്രമേ നമ്മുടെ രാജ്യത്തിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ രാജ്യത്തെ സ്ട്രെങ്ത്, നമ്മുടെ രാജ്യത്തിന്റെ ധനമായ യുവാക്കളെല്ലാം വേറെ രാജ്യങ്ങളിൽ പോയി അവരുടെ ബ്രെയിനും പവറും എല്ലാം വേറെ രാജ്യത്തിന്റെ പുരോഗമനത്തിനായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രാജ്യം വീണ്ടും താഴേക്കാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെ നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്യാം, എങ്ങനെ നമ്മളുടെ യങ്സ്റ്റേഴ്സിനെ ഇന്ത്യയിൽ തന്നെ നിലനിർത്താം എന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു NEP പോളിസിയിലൂടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ യങ്സ്റ്റേഴ്സിനുള്ളിൽ അവരുടെ ഫിനാൻഷ്യൽ അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് ഐഡിയാസ് വളർത്താം, എല്ലാവരും പഠിച്ച് സ്കോർ ചെയ്യുക എന്നതിലുപരി അവർക്ക് എങ്ങനെ സ്വന്തമായി 5 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളായി മാറാം എന്നതാണ് ഈ ഒരു സ്കീമിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. മൂന്നാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് എൻകറേജിംഗ് ഹോം ഓണർഷിപ്പ് ആൻഡ് ബൂസ്റ്റിംഗ് എംപ്ലോയ്മെന്റ്. എല്ലാവർക്കും വീട് നിർമ്മിക്കുക എന്നത് ഒരു സ്വപ്നമാണ്. എല്ലാവരും ഇപ്പോൾ ഒരു ജോലി കിട്ടിയ ആളുടെ അടുത്ത സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് സ്വന്തമായ ഒരു വീട്ടിൽ ഫാമിലിയെ സന്തോഷമായി ജീവിക്കുക. അപ്പോൾ ഈ ഒരു വീട് നിർമ്മിക്കുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ ഗവൺമെന്റ് സ്കീമിലൂടെ അവർ ഏതെങ്കിലും നമ്മളുടെ വീട് നിർമ്മിക്കുന്നതിനായി കൂടുതൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ലോൺ തിരിച്ചടയ്ക്കുന്നതിന് അവർക്ക് കുറച്ച് സബ്സിഡീസ്, അങ്ങനെ കുറച്ച് സ്കീമൊക്കെ ഇറക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എല്ലാവരും അതായത് ഈ മൈഗ്രേഷന്റെ അളവ് കുറയ്ക്കാനും അതുപോലെ തന്നെ എല്ലാവരും ഇന്ത്യയിൽ സെറ്റിൽഡ് ആവാനുള്ള ആ ഒരു ചാൻസസും കൂടുതലാണ്. നാലാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഈസി ആക്സസ് ടു ലോൺ ഫോർ ഫാർമേഴ്സ് ആൻഡ് ബിസിനസ് ഓണേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വീടിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്.
ലോൺ എളുപ്പം അവൈലബിൾ ആക്കുക. നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രധാനമായി കാണുന്ന ഒരു കാര്യമാണ്, നിർമ്മല സീതാരാമൻ ഇരുന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, അവർ ഓരോ സ്റ്റേറ്റിനും ഇത്ര കോടി, ഗതാഗതത്തിന് ഇത്ര കോടി, റെയിൽവേക്ക് ഇത്ര കോടി, ഫാർമേഴ്സിന് ഇത്ര കോടി അനുവദിച്ചു, ഇങ്ങനെ കോടികളുടെ കണക്ക് പറയുന്നുണ്ട്. പക്ഷേ ഈ കോടികളൊക്കെ കറക്റ്റായിട്ട് ആ എത്തേണ്ട ആളുകളിൽ എത്തുന്നുണ്ടോ എന്നതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ നമ്മളൊരു ലോണിന്റെ സ്കീം ഇപ്പോൾ സർക്കാർ പറയുന്നുണ്ട്, ഇത്തരത്തിലൊരു ലോൺ, ഫാർമേഴ്സിന് ഇത്തരത്തിലൊരു കുറേ ലോൺ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫിഷർമാൻ അവർക്ക് കുറച്ച് ലോൺ കൊടുക്കുന്നുണ്ട്, മിഡിൽ ക്ലാസ്സിന് ലോൺ കൊടുക്കുന്നുണ്ട്, ഇവർക്ക് മാത്രമല്ല ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോൺ കൊടുക്കുന്നുണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ലോൺ എങ്ങനെ കിട്ടുമെന്ന് ആർക്കും അറിയില്ല. എവിടെ അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്താണ് അതിന്റെ ക്രൈറ്റീരിയ ആർക്കും അറിയില്ല. ബാങ്കിൽ പോയി ഒരു പക്ഷേ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ബാങ്കിന് പോലും അറിയില്ല ഇങ്ങനെ ഒരു ലോൺ ഉള്ള കാര്യം. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോൺ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ, എവിടെ, എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ എല്ലാം ഉത്തരം നൽകിയതിനു ശേഷം മാത്രമേ പ്രഖ്യാപനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതിനായി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് പോർട്ടൽ നിർമ്മിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം വാഗ്ദാനങ്ങൾ നൽകാൻ എല്ലാവർക്കും സാധിക്കുന്നു, അത് പ്രാവർത്തികമാക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അഞ്ചാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് റെഡ്യൂസിംഗ് ടാക്സ് ബർഡൻ ഓൺ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. കാരണം അതിലെ ഉയർന്ന നികുതിയാണ്. കാരണം നമ്മൾ ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ടാക്സിന്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ടാക്സ് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു തെറ്റല്ല, അതൊരു പ്രശ്നമല്ല, അതിൽ ഇടുന്നതിന് വേസ്റ്റ് ആണ്, ആ ഒരു ചിന്ത മാറ്റാനായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് ഇൻവെസ്റ്റേഴ്സിനും ബിസിനസ് ആൾക്കാർക്കുമുള്ള ആ ടാക്സിന് കുറച്ച് റിഡക്ഷൻ വരുത്തുന്നത് നല്ലതായിരിക്കും. നിലവിലെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് SST ഓൺ ഡെലിവറി ബേസ്ഡ് ട്രേഡ് ഈസ് വെരി ഹൈ ആണ്. അതിന്റെ ആ ഒരു ടാക്സിന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. വളരെ നീണ്ട കാലത്തെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഇതൊരു നല്ല തീരുമാനമായിരിക്കും എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഓൺ മ്യൂച്വൽ ഫണ്ട് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രോഫിറ്റ്. ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വലിയൊരു എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതും വലിയ രീതിയിലുള്ള ടാക്സ്. ഇത്തരത്തിലുള്ള ഈ ഉയർന്ന രീതിയിലുള്ള ടാക്സ് ആണ് പലരെയും ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ടാക്സിന്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ കൂടുതൽ പേർ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ വരികയും അവരുടെ കാശ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും സാധിക്കും. അപ്പോൾ ഇതിലും ഒരു റിഡക്ഷൻ വരുത്തുന്നത് നല്ലതായിരിക്കും. ഏഴാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് സ്ട്രെങ്തനിങ് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ്സ് ഫോർ പെരിഷബിൾ ഗുഡ്. അതായത് സ്ഥിരം ന്യൂസിൽ കാണുന്ന ഒരു കാര്യമാണ്, കർഷകരുടെ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു തക്കാളി കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹം ഒരു സീസണിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, തക്കാളികൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ അത് വാങ്ങാൻ ആളുകളുടെ അളവ് കുറവാണ്, അതായത് കൂടുതൽ ആൾക്കാരൊന്നും വന്നില്ല. അപ്പോൾ ഒത്തിരി സാധനം ബാക്കി വരുന്നു. അയാൾക്ക് ഒന്നും ചെയ്യാൻ വേറെ വഴിയില്ല, കളയുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. വഴിയിൽ വെറുതെ വലിച്ചെറിയുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഒത്തിരി വലിയ എമൗണ്ട് ഓഫ് ഒത്തിരി തക്കാളി വെറുതെ പൊതുസ്ഥലങ്ങളിൽ ഡംപ് ചെയ്യുന്നത് കാണുന്നുണ്ട്, ആരും മേടിക്കാനില്ല. അതുപോലെ തക്കാളി മാത്രമല്ല ഫ്രൂട്ട്സ് ഒക്കെ കളയുന്നത് കാണാം. പക്ഷെ ഒരിക്കലും പാല് ആരും കളയുന്നത് കാണുന്നില്ല. കാരണം എന്താണ്? അമൂൽ അതുപോലെ തന്നെ KMF പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാല് സ്വീകരിക്കുന്നു, കർഷകരുടെ കയ്യിൽ നിന്ന് പാല് സ്വീകരിക്കുകയും അവരത് പാലിന്റെ പല പല പ്രോഡക്റ്റായി മാറ്റുകയും, അല്ലെങ്കിൽ പാല് നമുക്ക് അമൂലിന്റെ അത് ഡയറിയിൽ പോയി തന്നെ നമുക്ക് മേടിക്കാവുന്നതാണ്. അതുപോലെ എന്തുകൊണ്ട് ഫ്രൂട്ട്സിനും പച്ചക്കറികൾക്കും ഇത്തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിക്കൂടാ? അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് ഉപയോഗശൂന്യമായി പോവുകയാണ്. കാരണം നമ്മൾ അറിയാം, ലോകത്തിൽ തന്നെ ഒത്തിരി പേരാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിലെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ചെയ്യേണ്ടത് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. കാരണം ഒരു കാലത്ത് ഓരോ സീസണിലും നമ്മളുടെ ഇന്ത്യയിൽ, അതായത് നമ്മളുടെ സ്റ്റോറേജിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നു. പക്ഷേ എത്രയോ 2% മാത്രമേ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുന്നുള്ളൂ, ബാക്കിയതൊക്കെ വേസ്റ്റ് ആയി പോവുകയാണ്. അപ്പോൾ ഈ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഈ വസ്തുക്കൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പാലൊക്കെ നമുക്കറിയാം, മിൽമ, അമൂൽ പോലുള്ള കമ്പനികൾ ഏറ്റെടുക്കുകയും അവർ പല പല പാലിന്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ വിൽക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ഇതുപോലെ എല്ലാ വസ്തുക്കൾക്കും, ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഇതുപോലെ ഇപ്പോൾ തക്കാളി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി സോസ്, തക്കാളിയുടെ ഓരോ പ്രോഡക്റ്റ് എക്സ്ട്രാ ഉണ്ടാക്കി കർഷകർക്ക് ഡയറക്റ്റ് ആ ഒരു സ്ഥലത്ത് കൊണ്ട് അവരുടെ പ്രോഡക്റ്റ് എത്തിക്കുകയും അതിൽ നിന്ന് അവർക്ക് പൈസ ലഭിക്കുകയും ചെയ്യുന്നു. വെറുതെ വേസ്റ്റ് ആയി പോകുന്നില്ല, ഫുഡും വേസ്റ്റ് ആകുന്നില്ല, കർഷകന് പൈസയും ലഭിക്കുന്നു. എന്തുകൊണ്ട് അത്തരത്തിൽ ചിന്തിച്ചുകൂടാ? എല്ലാ മേഖലയിലും എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? എന്തുകൊണ്ട് ഇന്ത്യയിലെ സ്റ്റോറേജ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ ആരും ശ്രമിക്കുന്നില്ല, തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇതിനൊക്കെ ഈ ഒരു ബഡ്ജറ്റിൽ ഒരു ഉത്തരം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എട്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ക്രിയേറ്റിംഗ് സീസണൽ എംപ്ലോയ്മെന്റ് ഫോർ സ്മോൾ ഫാർമേഴ്സ്. അതായത് നമുക്കറിയാം, ഇപ്പോഴൊരു നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ നെൽകൃഷിക്ക് ഒരു കാലയളവുണ്ട്. നമ്മൾ വർഷത്തിൽ മുഴുവൻ ഒരു കൃഷി ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മളൊരു കിഴങ്ങ് കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനൊരു സീസൺ ഉണ്ടാവും, ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം. അതുപോലെ തന്നെ ഗോതമ്പാണെങ്കിൽ അതിനൊരു സീസൺ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സീസണലി ഓരോ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 3 മാസം, വർഷത്തിലെ 3 മാസം ഒരു കൃഷി ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റൊരു 3 മാസം വേറൊരു കൃഷി ചെയ്യുന്നുണ്ടാവാം. ബാക്കി ഈ മാസങ്ങളിൽ ആ കർഷകർ എന്ത് ചെയ്യും? അവിടെ അവരുടെ ആ ഒരു പവർ, അതായത് അവരുടെ ജോലി ചെയ്യാനുള്ള ആ ഒരു പവർ നമ്മൾ വെറുതെ കളയുകയാണ്. 3 മാസം പണിയെടുക്കുകയും ബാക്കി സമയങ്ങളിൽ അവർ വെറുതെ ഇരിക്കുകയും ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവർ ഈ ഒരു 3 മാസമേ നമുക്ക് പണിയുള്ളൂ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഗ്രാമങ്ങളിൽ നിന്ന് കർഷകർ സിറ്റിയിലേക്ക് മാറി താമസിക്കുകയാണ്. അതായത് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് അവർ ചിന്തിക്കുന്നു. അപ്പോൾ ഈ ഒരു സീസണൽ ടൈമിലല്ലാതെ ബാക്കി സമയത്ത് അവർ വെറുതെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് മറ്റൊരു വിഷയം.
കാരണം ഇവര് എന്തുകൊണ്ട് ഈ ഒരു കർഷകർ ഈ ഒരു ഗ്രാമങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ പോവുകയും കൃഷി തന്നെ ഇല്ലാതാവുകയും, അതായത് ഇന്ത്യയിലെ ഭക്ഷ്യവ്യവസ്ഥ തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ഓഫ് സീസണിൽ, അതായത് കൃഷി ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ജോലി സാധ്യത എന്തെങ്കിലും ഒരു കമ്പനി ഗ്രാമങ്ങളിൽ തുടങ്ങിക്കൂടാ? ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ കൃഷിയും വികസിക്കുന്നു, സീസൺ അല്ലാത്ത ഈ ഒരു സമയത്ത് കർഷകർക്ക് ഒരു അഡീഷണൽ ഇൻകവും ലഭിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചിന്തകൾ ഉണ്ടായിക്കൂടാ? അടുത്ത 9ാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ഫോർ ബിസിനസ്. നമ്മളിപ്പോൾ സാധാരണക്കാരുടെ, മിഡിൽ ക്ലാസ്സുകാരുടെ, ജോലി ചെയ്യുന്നവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ബിസിനസ് ചെയ്യുന്നവരെയും ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ ആളുകളും ഒന്നിച്ച് ചേരുമ്പോഴാണല്ലോ ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ടാകുന്നത്. ഇന്ത്യ ഫാർമേഴ്സിന് വേണ്ടി മാത്രമുള്ളതോ, മിഡിൽ ക്ലാസ്സിന് വേണ്ടി മാത്രമുള്ളതോ, പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ളതോ, റിച്ചായ ആൾക്കാർക്ക് മാത്രമുള്ളതല്ല. എല്ലാവരും ചേരുന്നതാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ എല്ലാവരെയും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ബിസിനസ്സുകാർ. ബിസിനസ് ചെയ്യുന്നവർക്ക് എന്താണ് ഈ ഒരു ബജറ്റിലൂടെ കൂടുതൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്? നമുക്ക് ആ ബിസിനസ് ചെയ്യുന്നവർക്ക് ബേസിക് ആയി ചെയ്തു കൊടുക്കേണ്ട ചില കാര്യമാണ് നല്ലൊരു റോഡ്, ഇലക്ട്രിസിറ്റി, പിന്നെ ഡിജിറ്റൽ കണക്ടിവിറ്റി. ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ഥലം മേടിച്ചു, ഒരു 2 ഏക്കർ സ്ഥലമോ 3 ഏക്കർ സ്ഥലമോ മേടിച്ചു. അവിടെ നിങ്ങൾക്ക് ഒരു ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ ഒരു കണക്ടിവിറ്റി ഇല്ല, അവിടെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷനായി ഒരു നല്ല റോഡില്ല, ബേസിക് ആയിട്ട് ഒരു ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ അവിടെ ആ ഒരു സ്ഥലം മേടിച്ചിട്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ ആവശ്യമായി ഒരാൾ ഒരു സ്ഥലം മേടിക്കുകയാണെങ്കിൽ അവർക്ക് ബേസിക് നീഡ്സ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി എന്നിവ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇതിലൊക്കെ ഈ ബിസിനസ് ചെയ്യുന്നവരുടെ ഈ കാര്യത്തിലും ഒരു ശ്രദ്ധ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൽ മിഡിൽ ക്ലാസ്സുകാരുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഫാമേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, ബിസിനസ് ചെയ്യുന്നവർക്ക് എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് നൽകാൻ സാധിക്കുന്നത് എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തത്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് ഇന്ത്യയിൽ ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാകട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ കാര്യം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നമുക്ക് പുതിയ വീഡിയോയും ചെയ്യാവുന്നതാണ്.